എസ് എൻ പുരത്ത് മരിച്ച ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിയുടെ വലിയച്ഛനും വല്യമ്മയുമാണ് ഇവർ. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, നാടിനെ നടുക്കിയ ദുരന്തമാണ്. ഇതിനുശേഷം ഈ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും മരണവാർത്ത കേൾക്കുന്ന കുടുംബവും നാട്ടുകാരും ഞെട്ടലോടെയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. പറയാൻ പറ്റുന്നില്ല. ഈ നാടാകെ കണ്ണീരിലാണ്, ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ നാട്ടിനെല്ലാം തന്നെ നടുക്കിയ ഒരു അപകടം അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ഇപ്പോഴും ലത്തീഫിൻ്റെയും ഹർഷിതയുടെയും മൃതദേഹങ്ങളുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിയായ അർഫാൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹമാണ് നോക്കിയത്. പിതാവ് ഗൾഫിലായതുകൊണ്ട് ഈ ആളാണ് കാര്യങ്ങൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇദ്ദേഹം ഇവിടെ എത്തി, അതായത് പ്രതി വീട്ടിലെത്തിയിരുന്നു എന്നുള്ളതാണ്. പ്രതി എത്തുകയും ഇവരോടൊക്കെ സംസാരിക്കുകയടക്കം ചെയ്തു. ഇന്നലെ ഏത് സമയത്താണ് വ്യക്തമാകുന്നില്ല എന്നാണ് പറയുന്നത്. അഫാൻ വന്നത് വൈകുന്നേരം 4 മണിക്കാണ്. കാരണം ഈ വീട്ടിലൊരു പോലീസുകാരൻ പറയുന്നത്. അപ്പം ഇത് അഫാന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണോ, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ 4 മണിക്കോ 5 മണിക്കോ വീട്ടിൽ കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി വെച്ച ചായ ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും അഫാൻ ഈ വീട്ടിലെത്തി ഈ കൃത്യം നടത്തിയത് ഏത് സമയത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കാരണം നാട്ടുകാരടക്കം പറയുന്നത് ഈ കുടുംബം, ലത്തീഫ് CRPF നിന്ന് റിട്ടയർഡായ ആളാണ്. 2 പെൺകുട്ടികളുണ്ട്. അവരെ വിവാഹം കഴിപ്പിച്ച് ഭാര്യയുമായി സന്തോഷത്തോടെ കഴിയുന്ന നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. ഇത്തരത്തിൽ ഒരു വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാത്ത ഒരു വ്യക്തി ചിട്ടയോടുകൂടി ജീവിക്കുന്നത്. അതാണ് ഈ അഫാനെയും ചൊടിപ്പിച്ച കാര്യം. അഫാൻ്റെ ചില കാര്യങ്ങളിൽ, അതായത് ഒരു സ്വർണ്ണമാലയും കുറച്ച് പണവും ആവശ്യപ്പെട്ടിരുന്നു. അഫാൻ വല്യപ്പയോട് ചോദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇതിന് എതിർപ്പ് നിന്നു. അത് ലത്തീഫ് എതിർത്തതാണ് ഈ ഒരു വൈരാഗ്യത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത്. നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ പ്രതികരണങ്ങൾ ചോദിക്കാവുന്നത്. ഈ ലത്തീഫ് ഇവിടെ നിങ്ങൾ അറിയുന്ന ആളല്ലേ? എപ്പോഴാണ് ഈ ആൾ വന്നതെന്നെങ്കിലും ഒന്നും അറിഞ്ഞൂടാ. എപ്പോഴും ചേട്ടൻ അറിഞ്ഞത്? നമ്മൾ വൈകുന്നേരത്ത് ഒരു 6 മണി 7 മണിയായപ്പോൾ അറിഞ്ഞു. വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും അറിഞ്ഞൂടാ. ഇവരാരും വെളിയിൽ ഒന്നും ആൾക്കാരുമായിട്ട് ഒരു പണക്കവുമില്ല. ഞാനുമായിട്ട് കമ്പനിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് സുഖമില്ലാതെ ആയതുകൊണ്ട് നമ്മളിവിടെ വരില്ല. ഒന്ന് റോട്ടേ പോകും കാണും. വേറെ ഒന്നിനും ഒരു കുഴപ്പമുള്ള ആളല്ല. മക്കളെയൊക്കെ വിവാഹം ഒരെണ്ണം പനൂര് മൂത്തത്. പയ്യനെ വീട് അറിയോ? അഫാനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയോ? അറിഞ്ഞൂടാ. പയ്യൻ പേരുമല്ല ഉള്ളതോ? അല്ല. അപ്പം ഇപ്പോൾ അരുൺകുമാർ ഓക്കെ, ആളുകളൊക്കെ എത്തി ഈ തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ വീടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും CCTVയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദിലീപ്? അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ടോ? ആ വീടിന് തൊട്ടടുത്ത് മറ്റു വീട്ടുകാരും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഈ കൊലപാതകം നടക്കുമ്പോൾ അങ്ങനെ ശബ്ദമോ ഒന്നും ആരും കേട്ടിട്ടുമില്ല. ഇല്ല അരുൺകുമാർ, നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാരഥി എവിടെയൊക്കെ CCTV വിഷ്വൽസൊക്കെ നോക്കിയിരുന്നോ? ഇവിടെ അടുത്ത് CCTV വിഷ്വൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. എവിടേക്ക് പോയി? ഇവിടെ താഴെ ഒരു സ്ഥലത്തുണ്ട്, അവിടെ വിഷ്വൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അതൊന്ന് കളക്ട് ചെയ്യുക. നമ്മളെ സാരഥി അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ, താഴെ ഒരു വീട്ടിൽ CCTV ഉണ്ട്. അവിടെ പോലീസെല്ലാം തന്നെ അവിടെ ഉണ്ട്.